ഹലോ ഗൈസ്, ഇന്ന് അമ്മമാരും അമ്മേൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് മീൻ പിടിക്കാൻ പറ്റുന്നത്. അപ്പം മഴക്കുട്ടിയുള്ളതുകൊണ്ട് അവർക്ക് കളിക്കാൻ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിന്ദുമ്മ ഇളക്കി മറിച്ചിടുന്നുണ്ട് മീൻ. നിറയെ മീനുണ്ട്. വീഡിയോ കണ്ടുപോലെ നല്ല വലിയ വട്ടയെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഗൈസ്, നിറയെ മീനുണ്ട്. പിന്നെ നമ്മൾ ഈ മീനിൻ്റെ പേര് വന്നിട്ട് കണ്ണാമീൻ എന്നാണ്, ചൊടിയെന്നും പറയും പാലക്കാട്. മഴക്കുട്ടി മീൻ കൊട്ടുന്ന കണ്ടിട്ട് കുടൂറും ഓടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവൾ ജീവനുള്ള മീനാണ് നോക്കുന്നത്. പക്ഷെ വലിയ മീനാണ്. ആൾക്ക് ഒരു ആദ്യം പിടിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ആ പേടിയൊക്കെ മാറി തൊടാനും എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, മഴക്കൂട്ട് ചെറിയ മീൻ നോക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഫുള്ള് വലിയ വലിയ മീനായതുകൊണ്ട് ആൾക്ക് പറ്റുന്ന സൈസിലുള്ള 2-3 മീനുള്ള ബിന്ദുമ പിടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് വഴുവഴുക്കുന്നുള്ളത് കൊണ്ട് അവൾക്ക് പിടിക്കുമ്പോൾ കയ്യിലങ്ങോട്ട് നിൽക്കണില്ല. പിന്നെ പെടയിനും ഉണ്ട് ജീവനുള്ളതൊക്കെ, അതുകൊണ്ട് ആൾ പേടിച്ചിട്ട് താഴെയുണ്ട്. ആദ്യം കണ്ടപ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു, ഇപ്പോൾ പേടിയൊന്നുമില്ല, എല്ലാം അവൾ പിടിക്കുന്നുള്ളൊരു മട്ടിൽ വലിയ മീനൊക്കെ എടുത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പെടഞ്ഞപ്പോൾ നല്ലോണം ടെൻഷനായി അവള്. ബിന്ദുമ്മ പിടിക്കി പറയുന്നുണ്ടെങ്കിലും നോ എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ഉള്ളതിൽ ചെറിയ മീനെടുത്ത് പിടിക്കാൻ കൊടുത്തപ്പോൾ അതിനെ പിടിക്കുന്നുണ്ട്. പക്ഷെ അതിനും ജീവനുണ്ട്. അതിൻ്റെ കൂടെ മീനൊക്കെ ചാടിപ്പോണ് ഗൈസ്. അങ്ങനെ അതിനെയും എടുത്ത് താഴെ ഇട്ടു. പിന്നെ അതിനടുത്ത് നമ്മൾ കൈ കൊടുത്തപ്പോൾ പിടിച്ചിട്ടുണ്ട്. അതിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിന് ഉമ്മ കൊടുക്കാൻ പോകുന്നുണ്ട്. അതും ചാടിപ്പോയി ഗൈസ്. അങ്ങനെ വഴിക്കുന്നതുകൊണ്ട് ഒന്നും കൂടി അത് ചാടിപ്പോവുകയാണ്. മണ്ണിൽ നിന്ന് അതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പഴയുമ്പോൾ ആൾ നല്ല ടെൻഷൻ ആവുന്നുണ്ട് അവൾ. അങ്ങനെ കയ്യിൽ മുള്ളു കുത്തിയ പോലെയൊക്കെ നോക്കുന്നുണ്ട്. ആ മീൻ അനങ്ങാത്തതുകൊണ്ട് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മീൻ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനും ആൻറ്റിയും കൂടി പറയുകയാണ് അതെടുക്ക് പറയുമ്പോൾ ആൾ വലിയ പിടിച്ച് നോക്കുകയാണ്. പക്ഷേ കയ്യിൽ മുള്ളു കുത്തി തോന്നുന്നു. ഞാനും ആൻറ്റി എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായി പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നിറയെ മീനുണ്ട്. ജീവനുള്ള മീനൊക്കെ ഇളക്കി വിട്ടപ്പോൾ അതും ഇടയിൽ കൂടെ മണ്ണിൽ കൂടെ ആണ്. വെള്ളത്തിലില്ലെങ്കിലും മണ്ണിലാണെങ്കിൽ നല്ല ഉഷാറോടെ ഓടുന്നുണ്ട്. ഞാനവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അത് നിന്നു ഗൈസ്. നല്ല ഉഷാറോടെ മീനും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ മഴക്കുട്ടി വന്നിട്ട് അതിന് പിടിക്കാൻ നോക്കി നന്നായി പടഞ്ഞപ്പോൾ അവൾ നന്നായി പേടിച്ചു ഗൈസ്. അങ്ങനെ മഴക്കുട്ടി മാറി ഓടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അനങ്ങാണ്ടായപ്പോൾ വേറെ മീനിൻ്റെ അടുത്ത് വാലി പിടിച്ച് തൂക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ബിന്ദുമ്പോൾ വലിയ മീനൊക്കെ കൊടുത്ത് ചട്ടിയിലിടുന്നുണ്ട്. അപ്പോൾ വലിയ മീനെ കൊണ്ട് മഴക്കുട്ടിക്ക് കൊടുത്തപ്പോൾ നോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മീമി വേണം പറഞ്ഞിട്ട് ആൾ വലിയ പിടിച്ച് തൂക്കാൻ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മീനും കിടന്നാണ്. അപ്പോൾ വലിയ മീൻ ഞങ്ങളെടുത്ത് കൈ കൊടുത്തു. എന്നാലും അതിൻ്റെ എന്തോ കുത്തിയത് കൊണ്ട് താഴെ ഇട്ടു. പിന്നെ വേറെ മീനിൽ പിടിക്കാത്തത് കൊണ്ട് ബിന്ദുമ്മ പിടിച്ച് കൈ കൊടുക്കാൻ നോക്കി. ബിന്ദുമ്മ തന്നെ പിടിച്ച് വാങ്ങണമുണ്ട്. കുറേ നേരം കയ്യിലൊക്കെ പിടിച്ചു. ആൾ സന്തോഷമായിട്ടുണ്ട്. നല്ല സന്തോഷമായി. മീനെ വൃത്തിയായി കൈ പിടിക്കാനൊക്കെ പഠിച്ചു. ഈ മീനെ കൊണ്ടുപോയിട്ട് ചെറിയ മീൻ്റെ ചട്ടി കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവൾ ചെറിയ മീൻ ഞാൻ നോക്കുകയാണ്. ചെറിയ മീനെ വലിയ മീൻ പിടിച്ച് തിന്നുവോ പറഞ്ഞിട്ട് അവൾ അടുത്ത മീനെ പിടിച്ചിടാൻ പറയുകയാണ് ബിന്ദുമ്മ. പക്ഷെ ആൾ ഇടണില്ല. എന്നിട്ട് ആ ചട്ടിയിലിട്ട് മീനെ പോയി എടുക്കാൻ നോക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ചെറിയ മീനൊക്കെ നന്നായി ചട്ടിയിൽ നിന്ന് വെളിയിൽ ചാടാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ബിന്ദുമ്മ അടുത്ത വലിയ മീനെ പിടിച്ചിട്ടു. അതിനുള്ളിൽ മഴക്കുട്ടി എന്താണ് അവിടെ ആയത് പറഞ്ഞ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല സന്തോഷമാണ്. ആൾ മീൻ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഇത്രയും മീനിനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. മഴ മീനിനോട് എന്തൊക്കെയോ സംസാരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ മീനിനെ പിടിച്ച് മഴക്കുട്ടിക്ക് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു പേടിയാണ്, പിടിക്കണില്ല. ഇത് നന്നായി വൃത്തിയായിട്ട് മീനിനെ കാണാൻ വേറൊരു ബക്കറ്റിക്ക് നോക്കി. ഇതിൽ നിന്ന് പോരാണ്ട് അതിൽ നിന്നും പോയിട്ട് അതിനായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറിയ മീനെ പിടിക്കാൻ നോക്കണം. വലിയ മീനിന് വലിയ രസമില്ലാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ മാമനാണ് ഗൈസ് മീൻ വെട്ടുന്നത്. ആദ്യം കത്തിരിയും കൊണ്ടൊക്കെ വാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് തലയെ കറക്കണം. അവിടെ മഴക്കുട്ടി ഓടിക്കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ മീൻ വെട്ടണമെന്ന് കാണാൻ വേണ്ടിയിട്ട്. മഴക്കുട്ടി അത് കണ്ടിട്ട് ചെറുതായി പേടിച്ചു. വായി തുറന്ന പോലെ ഉണ്ട് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനെയും പോയി എടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചീത്ത പറഞ്ഞിട്ട് എടുത്ത് വിട്ടു ഗൈസ്. ബാവുമ്മ അങ്ങനെ സാവധാനം മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിന്ദുമ്മ കുറച്ച് തോലൊക്കെ എടുത്ത് കൊടുക്കും. ബാവുമ്മ മുറിച്ച് പാത്രത്തിലോട്ട് മാറ്റും. കുറേ മീനുള്ളത് കൊണ്ട് പതുക്കെയാണ് മുറിക്കുന്നത്. അമ്മു അതിൻ്റെ ഇടയിൽ കൂടെ മീൻ പിടിക്കി പറയുന്നുണ്ട്. മഴക്കുട്ടി ഓടി വന്ന് അതിൻ്റെ കണ്ണിനെയൊക്കെ തോണ്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അമ്മു വേണ്ട കടിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വിടുന്നുണ്ട്. അങ്ങനെ അവൾക്ക് പിടിക്കണമെന്നുണ്ട്, എന്നാൽ പിടിക്കണമില്ല. വിസ്മയ നമ്മുടെ അമ്മു പാത്രത്തിൽ നിന്ന് പിടിച്ചിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. മഴയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് വലിയ മീനൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ കുട്ടമ്മ വന്നിട്ടുണ്ട്. കുട്ടമ്മ വന്നപ്പോൾ മഴക്കുട്ടി മീമി എടുക്കും മാമ പറഞ്ഞ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ വെക്കേഷൻ എൻ്റെ അമ്മേൻ്റെ കൂടെ വന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പലർക്കും ബൈ, സീ യു.